ഹായ്, ഞാൻ ഇന്നിവിടെ ചെറായിലുള്ള ഇന്ദ്രിയസ് ആൻഡ് റിസോർട്ടിലാണുള്ളത്. ഇന്നത്തെ എൻ്റെ കുക്കിംഗ് എക്സ്പ്ലോറേഷൻ ഇവിടെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്കിതൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങി കണ്ടു നോക്കാം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ശ്രീലങ്കൻ സ്വീറ്റ് ഡിഷാണ്. എൻ്റെ പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വട്ടലപ്പം എന്നാണ്. ഞാൻ അതിനകത്ത് കുറച്ച് ഹെൽത്തി കോൺസെപ്റ്റും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഷുഗറിന് പകരമൊക്കെ നമ്മൾ ജാഗറിയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു സ്റ്റീംഡ് ഐറ്റം കൂടാണ്. സ്റ്റീംഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ഹെൽത്തി ആണെന്നുള്ളത്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റേഷനിലോട്ട് പോവാം. നമുക്ക് വട്ടലപ്പം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ശർക്കര, അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസ് ഉണ്ട്, ഏലക്ക, നട്ട്മെഗ്, പിന്നെ നമ്മുടെ സിനമൺ, കുറച്ച് ഉണക്കമുന്തിരിങ്ങയുണ്ട്. 2 വെറൈറ്റി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ തിക്ക് കോക്കനട്ട് മിൽക്ക്, ഒരിത്തിരി ബ്രൗൺ ഷുഗർ, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, മുട്ട ആൻഡ് ഫൈനലി ബട്ടർ. നമുക്ക് വേണ്ടത് 300 ml ജാഗറി സിറപ്പാണ് വേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ജാഗറി ചിരണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ഉരുക്കി സിറപ്പാക്കി എടുക്കാം. ഞാൻ ഇതിനകത്തോട്ടൊരു 400 ml വെള്ളമാണ് ഒഴിക്കാൻ പോണത്. അത് ഉരുക്കി നമ്മളൊരു 300 ml ആക്കിയാണ് എടുക്കേണ്ടത്. ജാഗറി സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം, അത് വേഗം അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സ്പൈസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ശർക്കര ഉരുകുന്നതിൻ്റെ കൂട്ടത്തിൽ സ്പൈസസും കൂടെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ജാഗറി സിറപ്പ് റെഡി ആയതിനു ശേഷം നമ്മൾ ജാഗറി സിറപ്പ് സ്ട്രെയിൻ ചെയ്താണ് എടുക്കുന്നത്. ഈ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് സ്പൈസസിൻ്റെ വലിയ വലിയ പീസുകൾ നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് അതൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് അല്ല. നമ്മൾ ആ സ്പൈസസ് എല്ലാം കൊണ്ട് ഇതിനകത്തിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പം ആ സ്പൈസസും ഇതിനകത്ത് ഇൻഫ്യൂസ് ആവും. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കത് ഇതിനകത്ത് ആഡ് ചെയ്യാം. ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് 4 എഗ്ഗാണ് വേണ്ടത്. 4 എഗ്ഗ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എഗ്ഗിനകത്തോട്ട് നമ്മുടെ കോക്കനട്ട് മിൽക്കും ജാഗറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. 4 എഗ്ഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് 300 ml കോക്കനട്ട് മിൽക്കും 200 ml ജാഗറി സിറപ്പും. ഈ ജാഗറി സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒന്ന് സ്ലോലി വേണം ആഡ് ചെയ്യാൻ. നമ്മുടെ വട്ടലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടൊന്ന് സ്വല്പം ബട്ടർ ഇട്ടിട്ട് നല്ലോണം ഗ്രീസ് ചെയ്തെടുക്കുക. ഈ ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റീം അടിക്കുമ്പോൾ അത് നല്ലോണം ഒന്ന് കാരമലൈസ് ആയിട്ടൊരു നല്ല കളറും ടെക്സ്ചറും ഒക്കെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഗാർണിഷായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റീം ചെയ്യുമ്പോൾ അതുപോലെ ഞാൻ വേറൊരു മോൾഡിലും കൂടെ ഞാൻ കുറച്ച് മിക്സർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കവർ ചെയ്ത് വെക്കുക, കാരണം ആവി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. വട്ടലപ്പത്തിൻ്റെ മിക്സർ ഞാൻ സ്റ്റീമറിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞു. നമുക്ക് ഒരു 15 to 20 minutes ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഉള്ളത്. വട്ടലപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് ആണ്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കഴിക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ടോയെന്ന്. ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സെൻറ്ററിലൊന്ന് ടച്ച് ചെയ്ത് വിടുക. വലിയ മോയ്സ്ചറൊന്നും ഇല്ല. നമുക്കിതൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ.
എല്ലാവരും പറയും ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചു കഴിയുമ്പോഴാണ് അതിന് സ്വാദ് കൂടുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഇന്ദ്രിയ സാൻഡ് റിസോർട്ടിൽ എൻ്റെ സുഹൃത്തുക്കളൊപ്പം ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. അടുത്ത പ്രാവശ്യം ഒരു അടിപൊളി റെസിപ്പിയോട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺ.